ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. ഹരിപ്പാട് കരുവാറ്റ മേഖലാ ജോയിന്റ് സെക്രട്ടറി ജിഷ്ണു ആണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘമാണെന്നാണ് സൂചന. മൃതശരീരം ആശുപത്രിയിലേക്ക് നീക്കാൻ പോലും കൊട്ടേഷൻ സംഘം അനുവദിച്ചില്ല. എച്ച് ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന്. ഷാജി, എന്താണ് സംഭവിച്ചത്? മനു, അരമണിക്കൂർ മുൻപാണ് ഹരിപ്പാട് കരുവാറ്റയിൽ വെച്ച് കൊട്ടേഷൻ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഡിവൈഎഫ്ഐ കരുവാറ്റ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജിഷ്ണു 21 വയസ്സാണ് കൊല്ലപ്പെട്ടത്. ഇതോടൊപ്പം ജിഷ്ണുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അരമണിക്കൂർ മുമ്പാണ് സംഭവം ഉണ്ടായത്. കൊട്ടേഷൻ സംഘമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പറയുന്നത്. പ്രതികളെ കുറിച്ച് പോലീസിനും മറ്റും സൂചന ലഭിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ക്രൂരമായി കൊലപാതകം നടത്തിയ ശേഷം ജിഷ്ണുവിന്റെ ബോഡി അല്ലെങ്കിൽ ഇയാളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഈ കൊട്ടേഷൻ സംഘം അനുവദിച്ചില്ല എന്നുള്ളതാണ് പരിസരവാസികൾ പറയുന്നത്. ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു കൊല നടത്തിയത്. അതിനുശേഷം ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ ഇവർ വിരട്ടി ഓടിച്ചു. ഏകദേശം 15-20 മിനിറ്റോളം ഈ പ്രദേശത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഈ സംഘം ഇവിടെ നിന്നും സ്ഥലം വിട്ടത്. സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതികളെ കുറിച്ച് അറിയാമെന്നുള്ള ചില കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട ചിലരെ കുറിച്ച് അറിവുണ്ടെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നു. നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിൽ പലതരത്തിലുള്ള ആക്രമണങ്ങളും ഹരിപ്പാട് കേന്ദ്രീകരിച്ച് നടത്തുന്ന സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് പറയുന്നത്. ജിഷ്ണുവിന്റെ മൃതദേഹം ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ ഡിവൈഎഫ്ഐ നേതാവിനെ കൊട്ടേഷൻ സംഘം വെട്ടിക്കൊലപ്പെടുത്തി.